ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു അബുദാബിയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടിപ്പോൾ കുറേ ദിവസമായില്ലേ. വെറുതെ ഇരിക്കുക, കണ്ണാടി നോക്കിയിരിക്കുക, അല്ലാതെ വേറെ എന്ത് പണി. സ്വന്തം സൗന്ദര്യം അത്ര ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ നോക്കാൻ രസമല്ലേ. പുറത്ത് നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നല്ല, അപ്പോൾ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അബുദാബി ഷാബിയാട്ടനാണ് ഇത് കാണുന്നത്. തൊട്ടപ്പുറത്ത് സുറൂർ പാർക്ക് ഉണ്ട്. ഇതാണ് എൻ്റെ ബെഡ് സ്പേസ് ആണ്. ഇവിടെ 3 പേരാണ്, എന്നെ കൂടെ 3 പേരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞ് ഷെൽഫുകളുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് റൂം. ഞാൻ പരിപാടിയിലേക്കാണ്. ഞങ്ങളുടെ കുഞ്ഞടുക്കള കാണണ്ടേ, ഇതാണ് അടുക്കള. 3 ഗ്യാസ് സ്റ്റവ് ഉണ്ട്. അതായത് എൻ്റെ സ്പേസിലുള്ള ആൾക്കാർക്ക് ഇതാണ്. കുറച്ച് മടി കൂടുതലുള്ളതാണ് കേട്ടോ. ഫുഡെന്നൊക്കെ ഉണ്ടാക്കുന്നതിൽ മാക്സിമം ഫ്രിഡ്ജ് കാണണ്ട നിങ്ങൾ, അത്ര നല്ലതെന്നല്ല. ഇത് ഞങ്ങളുടെ മാത്രം ഫ്രിഡ്ജാണ് കേട്ടോ. ഇതേ ഇന്നലത്തെ ചോറ് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ചൂടായതിന് ശേഷം പ്ലേറ്റിലോട്ട് ഇങ്ങനെ ചൂടോടെ എടുത്തിടുക. ഞാൻ മടിയാണെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്രത്തോളം മടിയുണ്ടെന്ന്. എൻ്റെ ബെഡ് സ്പേസ് എല്ലാവർക്കും ഇഷ്ടമായോ? അതെ, ഇതാണ് ആശ. എനിക്കിതാ ഒരെണ്ണം മാത്രം മതി. നാട്ടിലെ ചോറൊക്കെ, നാട്ടിലെ ഫുഡ് കറികൾ, എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന കറികളൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓർത്ത് ഈ മടിച്ചായ ഞാൻ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന ചോറിങ്ങനെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ എടുത്തിട്ട്, പിന്നെ ഇന്നലെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. അതായത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉണക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്രാവായിരുന്നു, അത് വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഉച്ചയ്ക്ക് മാത്രമാക്കും 3 പീസത്തെ. ഇത് മതി എനിക്ക്, ഈ ഒരെണ്ണം മതി എനിക്ക്. ഞാൻ ഭയങ്കര സിമ്പിളാണ്, മടിച്ച് മാത്രമല്ല സിമ്പിളാണ്. ഇത് റൂമിലെ താത്താൻ്റെ ഉണ്ടോ, താത്ത ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി നാരങ്ങച്ചാറ് വിത്ത് നമ്മുടെ എന്താ പറയുക, ഈത്തപ്പഴം ഇട്ടിട്ടുള്ള അച്ചാറാണ്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റാണ്. എനിക്കിത് മാത്രം മതി. അത്യാവശ്യം തന്നെ കോരിയുണ്ട്. താത്ത 3 മാസമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട്. വേറെ ഒന്നും ആഡ് ചെയ്യാതെ, അതായത് അച്ചാർ പൊടി ഒന്നും ആഡ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ബീഫ് അച്ചാറാണ്, ഞാൻ കൂട്ടില്ല. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്.